നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഭാമ നേരെ ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ചന്ദ്ര വെച്ച്, നീയോ? എന്തിയെ? ഞാൻ നിന്നോട് TV എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്തിയെ? ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തോണ്ട് വരാൻ വരായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല അതിങ്ങോട്ട് കയറ്റി എടുത്തോണ്ട് വരാനായിട്ട്. അതിവിടെ ഈ സ്റ്റെയർ കേസ് കയറി നിനക്കൊന്നും എടുക്കാൻ പറ്റില്ലേ? ഓ പിന്നെ നീ അതിങ്ങ് എടുത്തോണ്ട് വരാൻ പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെ, ആർക്കും സംശയം തോന്നിയിട്ടില്ലോ, അതിനിവിടെ ആരും അത് കണ്ടിട്ടില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ടേക്ക് വാ ചന്ദ്രയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇതേ പിടിക്കാൻ പറയണം. അങ്ങനെ ചന്ദ്രമതിയും കൂടെ കൂടി TV കൂടെ അകത്തേക്ക് എടുത്തോണ്ട് വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ആഹാ, അപ്പൊ ഭാമ വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ടാണോ വന്നേ? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ആര് പറഞ്ഞത് ഭാമ കൊണ്ടുവന്ന ഗിഫ്റ്റാന്ന്? ഇത് ഞാന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരുതിയ ഗിഫ്റ്റാന്ന് പറയണേ. എനിക്ക് വേണ്ടിയിട്ട് നീ ഗിഫ്റ്റ് മേടിച്ചോ? എന്റെ ചന്ദ്ര, ഇത് ഭയങ്കര അത്ഭുതമായി പോയിരിക്കുന്നല്ലോ. എന്താ അമ്മ അങ്ങനെ? എടാ രവി, സത്യമൊക്കെയാണോ ഈ പറയുന്നത്? നിന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയതാണോ? എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. എന്നോട് പോലും അവള് പറഞ്ഞിട്ടില്ല. ദേ രവിയേട്ടൻ വെറുതെ അനാവശ്യം പറയരുത്. രവിയേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണോന്ന്? എന്നിട്ട് രവിയേട്ടൻ കേട്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാ മതി. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, മിക്കവാറും സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മയ്ക്ക് പോയത് തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പടം അമ്മ കാണിച്ചേ. അല്ല, ശ്രുതിയോട് പറഞ്ഞ അമ്മ ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം ഇല്ല. അതാ പറഞ്ഞത്, കണ്ടില്ലേ? അമ്മയാള് വില്ലത്തിയാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അമ്മയാള് കൊള്ളാലോ എന്ന് പറയാണ്. കലാവതി അച്ഛൻ പറഞ്ഞു, എന്തിനാ ചന്ദ്രൻ എനിക്ക് ഈ വലിയ TVയും കാര്യങ്ങളൊക്കെ? അതിനിപ്പോ അവിടെ ആര് കാണാനാ? എന്റെ അമ്മേ, അവിടെ ഒരു പഴയ TV അല്ലേ ഇരിക്കുന്നേ? അമ്മ ഇടയ്ക്കിടയ്ക്ക് സീരിയലും കാര്യങ്ങളൊക്കെ കാണുന്നല്ലേ? നല്ല വലിയ TVക്കകത്ത് തന്നെ കണ്ടോട്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഈ TV മേടിച്ചോണ്ട് വന്നേ. അപ്പോഴേക്ക് ശ്രീകാന്തിനോട് രവീന്ദ്രൻ പറഞ്ഞു, കാര്യം ചെയ്യാം, നീ അതങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കാൻ പറയണം. അങ്ങനെ അവനത് കൊണ്ട് മാറ്റി വെക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ശ്രുതി ചോദിച്ചു, അല്ലമ്മേ, ഈ TV അമ്മ എവിടുന്നാ വാങ്ങിയത്? TV എവിടുന്നാ വാങ്ങിയത്? കടയെന്നാ, അല്ലാതെ പിന്നെ എവിടുന്നാ? പിന്നെന്താ വല്ല വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ? അപ്പോഴേക്കും ബാബ ചന്ദ്രപതിനെ ഒന്ന് നോക്കി. അല്ലമ്മേ, അങ്ങനെയാണെങ്കിൽ പിന്നെ പുതിയ TV ആണെങ്കിൽ എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാ പോരായിരുന്നോ? ഈ സമയം വർഷ ചോദിച്ചു, അല്ല, സുധേന്റെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ സുധേടൻ ഡിസ്കൗണ്ട് കൊടുക്കുവോ? ഡിസ്കൗണ്ട് കൊടുക്കുവൊന്നുമില്ല, അത്തെ കിടക്കുന്ന ആ വിലക്ക് തന്നെ കൊടുക്കുള്ളൂ. ചിലപ്പോഴേ അമ്മയ്ക്ക് ചിലപ്പോൾ വില കുറച്ച് എവിടെയെങ്കിലും കിട്ടിക്കണം. ആ സമയത്ത് ഭാമ പറഞ്ഞു, അതെ, എന്റെ ഒരു പരിചയക്കാരന്റെ കടയുണ്ടായിരുന്നു, അവിടുന്നാ വാങ്ങിയത്. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ മകനേക്കാളും വലുത് പരിചയക്കാരന്റെ കടയല്ലേ? എടാ, ഞാനല്ല ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്, ഇത് ഭാമയാണിത്. ഭാമ പറഞ്ഞിട്ടാ ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചേ. ഓ, അപ്പൊ അങ്ങനെ. ഇനിയിപ്പൊ അത് പറഞ്ഞ അമ്മ തലയുരാൻ നോക്കിയോ? എന്താണോ അമ്മ ചെയ്ത കഷ്ടമായി പോയിട്ടോ. മകനൊരു 10 രൂപയുടെ കച്ചവടം നടക്കുമെന്ന് ഓർത്തിട്ട് അമ്മ എന്താ നടത്തിയില്ലല്ലേ? എടാ, ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കുക. ഇത് കൂടുതലൊന്നും തെളിച്ചു പറയാനായിട്ട് ചന്ദ്രമതിക്ക് പറ്റില്ല. പഴയ TV എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. തൽക്കാലം കള്ളം തരം പറഞ്ഞ് പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ. ആ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു തർക്കമൊന്നും വേണ്ട, മനസ്സിലായല്ലോ? എവിടുന്ന് മേടിച്ചാലും TV അല്ലേ? ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, ഈ പറഞ്ഞ സുധിയുടെ 1 രൂപ പോലും കുറച്ച് കൊടുക്കത്തുമില്ല. സുധിയുടെ കടയിൽ നിന്ന് എല്ലാവരും സാധനം മേടിക്കുകയും ചെയ്യണം. അപ്പൊ പിന്നെ ഇച്ചിരി കുറച്ച് കൊടുക്കുന്നിടത്തുനിന്ന് മേടിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയാണ്. അതൊട്ടും സുധിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഇവര് അമ്മയ്ക്ക് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് പോയാലോ എന്നൊരു ചിന്തയായിരുന്നു സുധിയുടെ മനസ്സിൽ നിറയും. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രേവതി ആഭരണമൊക്കെ ഇട്ടിരിക്കുന്ന ചന്ദ്രമതി ഇങ്ങ് നോക്കുവാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനായി. എന്റെ ദൈവമേ, ഈ കള്ളത്തരങ്ങളെങ്കിലും പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കാണ് രേവതിയെ വീട്ടിൽ നിന്ന് ലക്ഷ്മിയമ്മയും ദേവും ഒക്കെ വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര സന്തോഷമായി. ഭാമയെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ആ സമയം ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു, ഓ, ഇവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇവര് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഭാമ പറഞ്ഞു, അത് രേവതിയുടെ വീട്ടുകാരില് പിന്നെ ഒരു വീട്ടുകാർ വന്നിരിക്കുന്നു, 5 വയസ്സോടെ ഉപകാരമില്ല എന്നിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ലക്ഷ്മി അമ്മയോട് മുത്തശ്ശി പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞു, കുറെ നാളായല്ല കണ്ടിട്ട്. അതെ, അല്ല, ദേവു ഇപ്പൊ എന്ത് ചെയ്യുക? അവൾ ഡിഗ്രിക്ക് പഠിക്കുക, പഠിത്തമൊക്കെ കഴിയാറായ, കുറച്ചാളും കൂടെ ഉണ്ടെന്ന് പറയണ. അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി കൊട്ടും സൂചിച്ചില്ല. ഓ, നല്ല ഏത് ചടങ്ങ് വെച്ചാലും ഇവറ്റകളെ വിളിക്കൂലോ, ഇവറ്റകൾ വരണ്ടായിരുന്നു, മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആകെപ്പാടെ കലിപ്പ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ? നീ ദേഷ്യപ്പെടുന്ന ഒരു കാര്യമില്ല. അവരെ രവിയേട്ടനും അതുപോലെ തന്നെ രേവതിയൊക്കെ വിളിച്ചു കാണും. വിളിച്ചിട്ട് അവര് വന്നേ, അല്ലാതെ വെറുതെ വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ. എന്നാലും അവര് വരേണ്ട കാര്യമില്ലായിരുന്നു ഭാമേ. ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും മിണ്ടായിരുന്നാ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഭാമ ചന്ദ്രയൊന്ന് ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് അച്ഛമ്മ ദേവുവിനെ ലക്ഷ്മിയമ്മ അടുത്ത് പിടിച്ചിരുത്തി സംസാരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു, അല്ല, ഇനിയിപ്പോ ഉടനെ കല്യാണം കാണുമല്ലോ അല്ലേ?
കല്യാണോ അല്ല ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കാണത്തില്ലേ? അപ്പോഴേക്കും ദേവ് പറഞ്ഞു അതൊന്നും ഇല്ല എന്ന് പറയണ. അതെന്താ അതൊന്നും ഇല്ലാത്ത? അത് പിന്നെ എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ സമയത്ത് അവിടെ നിന്ന് ശ്രീകാന്ത് പറഞ്ഞു, അതെന്താ കല്യാണം കഴിക്കാൻ നിനക്ക് പേടിയാണോ? പേടിയാണൊന്നും അല്ല. അതെ, നീ പെട്ടെന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ മതി കല്യാണം. പിന്നെ ഒരു ജോലിയും വേണം, സ്വന്തം കാലം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ വേണം. പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം കാലം നിന്നതിന് ശേഷം മാത്രം വിവാഹം മതി, അല്ലെങ്കിലുണ്ടല്ലോ. ശരിയല്ലേ ശ്രുതി ചേച്ചിന്ന് ചോദിക്കണം. അതെ, അത് ആ ഒരു അഭിപ്രായത്തോടാണ് എനിക്ക് യോജിക്കാൻ പറ്റുന്നുള്ളൂ. ആ സമയം രേവതി പറഞ്ഞു, അതെന്തുകൊണ്ടും നല്ലതാ ദേവു. കാരണം അല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു വിലയില്ലാതാവും. നമുക്കൊരു ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഒരു രൂപയ്ക്ക് പോലും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കെഞ്ചേണ്ടതായിട്ടൊരു അവസ്ഥയൊക്കെ വരും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ഭാമനെ നോക്കി. അവള് പറയുന്ന പറച്ചില് കേട്ടില്ലേ? രേവതി പറഞ്ഞു, അത് മാത്രമല്ല, മറ്റുള്ളവര് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടുത്തെ അടുക്കള ജോലിക്കാരെയും പോവും. നമുക്കൊരു ജോലി, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരുടെ മുന്നിൽ തല കുനിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയം ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു, കേട്ടില്ല അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതെല്ലാം എന്നെ കുത്തി കുത്തി പറയണ. ഭാമ പറഞ്ഞു, അവള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവളുള്ള കാര്യമല്ലേ പറഞ്ഞേ. അപ്പോഴേക്കും ദേവുവിനോട് അച്ഛൻ വെച്ചു, അല്ല അപ്പൊ നീ ഇനിയിപ്പൊ ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുന്നുള്ളോ? അതെ മുത്തശ്ശി, അതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെയും നല്ലൊരു ആലോചനയൊക്കെ ഉണ്ടോ നോക്കാം. മോളുടെ പഠനമൊക്കെ കഴിഞ്ഞ് മോൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോഴേ. ആ സമയം കലാവതി അച്ഛൻ പറഞ്ഞു, അതെ, അവിടെ വല്ല നല്ല ചെറുക്കന്മാരും ഉണ്ടെങ്കിൽ ഞാനും നോക്കാന്ന് പറയണം. നല്ലൊരു ബന്ധം തന്നെ കിട്ടട്ടെ. ഈ സമയത്ത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക്. കാരണം രേവതിയുടെ ജീവിതം ഇങ്ങനെയായിപ്പോയി. അപ്പൊ ദേവുവിന്റെ ജീവിതം നല്ല ജീവിതം ആണ്ടേ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടണമെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഈ നല്ല കുടുംബം എന്ന് ഉദ്ദേശിച്ച് മൂത്ത മാൾക്ക് കിട്ടിയ പോലെയാണോ? അതിന് ഇനിയിപ്പൊ ആരെങ്കിലും ബസ്സിന്റെ മുന്നിലേക്ക് ചാടേണ്ട വരും. അങ്ങനെ വല്ലതും ചാടിയാലല്ലേ ഇനിയിപ്പോ ഇവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകത്തുള്ളൂ. അത് ശരിക്കും കുത്തി പറഞ്ഞാണ്. കാരണം രേവതിയുടെ അച്ഛന് രവീന്ദ്രൻ ഓടിച്ചിരുന്നിരിക്കുന്ന ആ ബസ്സിന് മുന്നിൽ ചാടിയതുകൊണ്ടല്ലേ ഒടുവിൽ രവീന്ദ്രൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേവുവിന് ജീവിതം കിട്ടുമെന്നാണ് ചന്ദ്രമതി ഉദ്ദേശിച്ചേ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്ഛമ്മ ഇങ്ങോ ചാടി എഴുന്നേറ്റു. നീ എന്താടി ചന്ദ്രയെ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, അത് പിന്നെ അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ നാവ് വായിലിട്ടിരുന്നോളം. ഇന്നത്തെ ഒരു ദിവസമായോണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുവാ. അല്ല, ഞാൻ കാണിച്ചു തരായിരുന്നു. നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. നീ ആരാന്ന നിന്റെ വിചാരം? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ അമ്മ അവര് പറഞ്ഞതിന് വെറുതെ തമാശ രീതിക്ക്. നീ കൂടുതൽ തമാശയൊന്നും എടുക്കണ്ട. നിന്റെ തമാശയൊക്കെ കുറെ ഞാൻ കേട്ടിട്ടുള്ള കേട്ടല്ലോ. കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്താ രവി, ഇവളുടെ തമാശ കുറച്ച് കൂടി പോകുന്നുണ്ട്. നിന്റെ കൈക്കില്ല എല്ലില്ലാന്ന് കരുതിയിട്ടുണ്ടല്ലോ. ഞാൻ ചിലപ്പോ അവളുടെ കർണത്തൊന്നും പൊട്ടിച്ചെന്നിരിക്കും. ആ സമയം ശരിക്കും നാണം കിട്ടി നിൽക്കുകയാണ് ചന്ദ്രമതി. എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അതെ ലക്ഷ്മി പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവൾക്ക് നല്ലൊരു ആലോചന വരും. നല്ലൊരു ആലോചന വന്നിട്ട് നടത്തിയാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. ദേവ് പറഞ്ഞു, എനിക്ക് അത്ര ധൃതിയൊന്നും ഇല്ല അച്ഛമ്മ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ ആലോചനയൊന്നും വേണ്ടെന്ന്. ആ സമയത്ത് വർഷ പറഞ്ഞു, അതെന്തുകൊണ്ടും നല്ലതാ. ഇച്ചിരി താമസിച്ച് കല്യാണം കഴിഞ്ഞാൽ മതി. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നേ. എന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണം എന്നൊക്കെയല്ലേ. അത് പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ചോണ്ടല്ലേ. ഓ അങ്ങനെയാണല്ലേ, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ആ സമയം വർഷ ചോദിച്ചു, അല്ല എന്നെ കല്യാണം കഴിച്ചോണ്ട് നിനക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? എന്തേലും പ്രശ്നം ഉണ്ടായോ? ഓ പ്രശ്നമൊന്നും ഇല്ലേ. വേണ്ട വേണ്ട, നീ കൂടുതൽ എന്നെ കളിയാക്കുണ്ടെന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിനിട്ട് ഒരു അടി കൊടുക്കുവാണ് വർഷ വെറുതെ. അത് കണ്ടു കഴിഞ്ഞപ്പത്തിനും എല്ലാരും കൂടെ ചിരിച്ചു. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, എനിക്കല്ലേ അറിയത്തുള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയെ കളിയാക്കി. അപ്പോഴേക്കും രേവതി അകത്ത് പോയിട്ട് എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു, ഓ രക്ഷപ്പെട്ടു. ഇനി എനിക്കൊരു ചെറുക്കനും കൂടി ഇല്ലാതെ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഇവളുണ്ടല്ലോ ദേവു, അവനെ അടിച്ചെടുത്തേനും. അതെന്താളും നല്ല കാര്യമായെന്ന് പറയണം. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, നീ അത്രയ്ക്ക് ഇത് പറയുമൊന്നും വേണ്ട. കാരണം ഒരു കാരണവശാൽ ആ പെങ്കൊച്ച് ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് രേവതിയെ പോലെയൊന്നും അല്ല, ഇച്ചിരി തൻ്റെ ഇടം ഉള്ളവളാന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാമയോട് പറഞ്ഞു, പിന്നെ ഈ പറയുന്ന രേവതിക്ക് തൻ്റെ ഇടം ഇല്ല പോലും. അവളുടെ ചില സമയത്ത് നാക്ക് കേട്ടാണ്ടല്ലോ. അപ്പോഴേക്കും ബാബ പറഞ്ഞു, അത് നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞ് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ഭാമയെ നോക്കി പറഞ്ഞു, അതെ നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ ഈ ചടങ്ങിനെ വിളിച്ച് ഞാനല്ലേ അവിടെ മിണ്ടാതിരിക്കാനൊക്കെ പറയണം. ഇതേ സമയം ശ്രുതിനെ മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അതെ അച്ഛമ്മ മുമ്പേ പറഞ്ഞ കേട്ടോ? എന്ത്?
അല്ല അച്ചമ്മയ്ക്ക് ഇനിയിപ്പോ അടുത്ത ജനറേഷനോടെ കാണണമെന്നോ? ഹോ, അതാണോ കാര്യം? നിന്നെ അന്ന് ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടി വിളിച്ചല്ലേ, എന്നിട്ട് നീ വന്നോ? ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശേ, ഇനിയിപ്പോ എന്നാലും അങ്ങനെ ഒരു ദിവസം നമുക്ക് ഉണ്ടാവുമോ? ഇനിയിപ്പോ അത് നോക്കിയിരുന്നാ മതി. അച്ഛൻ പറഞ്ഞാല് ചിലപ്പോ നമുക്ക് ആദ്യം കുട്ടികൾ ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പം അച്ഛമ്മയുടെ കയ്യിൽ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരിക്കില്ലേ? അതെ അതെ, നോക്കിയിരുന്നോ. മിക്കവാറും രേവതി സച്ചി അത് അടിച്ചെടുക്കുമെന്ന് പറയണം. അപ്പോഴേക്കും സുധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയത്താണ് മഹിമ വരുന്നത്. മഹിമയെ കണ്ടതും ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങ് തിളങ്ങി. ഭയങ്കര സന്തോഷമായി ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ഓടിച്ചെന്ന് മഹിമയെ സ്വീകരിക്കുകയാണ്. ആ മഹിമേ, വാ കേറി വാന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. മോളെ വർഷേ, ഇതാരാ വന്നേ നോക്ക്. ഇതേ മോളുടെ അമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ സന്തോഷത്തോടെ പറയാ. പക്ഷെ ഇത്ര സമയം ലക്ഷ്മിയമ്മയും ദേവും വന്നിട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷെ അങ്ങനെയല്ല മഹിമ, കോടീശ്വരല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിക്ക് വേണ്ട സ്വീകരിക്കാനായിട്ട്. അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളതുകൊണ്ട് അവരെ നമ്പി നിൽക്കുവാണെങ്കിൽ ഈ കുടുംബത്തിലേക്ക് കുറെ പൈസ കിട്ടുമെന്ന് ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത്. അങ്ങനെ അകത്തേക്ക് മഹിമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ കലാവതി അച്ഛമ്മയോട് ചോദിച്ചു, ഇത് ആരാന്ന് മനസ്സിലായോ? വർഷയുടെ അമ്മ. ആ, എനിക്ക് മനസ്സിലായി, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി അകത്തേക്ക് നോക്കിയിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി ഇതേ മഹിമയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് എടുത്തോണ്ട് ഞാൻ പറയണ. ശരി അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് മഹിമയോട് ചന്ദ്രമതി പറഞ്ഞു, ബാ നമുക്കിവിടെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തി സംസാരിക്കുകയാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മയും അച്ഛമ്മയും രവീന്ദ്രനും കൂടെ അവിടെ മാറിയിരുന്ന് അവര് സംസാരിക്കുകയാണ്. അവർ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടിരിക്കുക. ചന്ദ്രമതി ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല. ചന്ദ്രമതിക്ക് അല്ലെങ്കിലും ലക്ഷ്മിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ദേവോ ശ്രീകാന്തോ ഒക്കെ ആണെങ്കിലോ അവിടെയുള്ള ബലൂണൊക്കെ വീർപ്പിച്ച് അതൊക്കെ അവിടെ വെച്ച് എല്ലാം അലങ്കരിക്കുകയാണ്. ആ സമയത്താണ് ദേവുവിന്റെ കയ്യിലിരുന്ന ഒരു ബലൂൺ ടപ്പേന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിയത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വന്നിട്ട് ദേവിനോട് ചോദിച്ചു, അല്ല ദേവു, നീ ഇത് എവിടെ നോക്കിയത്? നിനക്കൊരു ബലൂൺ പോലും നേരെ ചൊവ്വേ വീർപ്പിച്ച് കെട്ടാൻ അറിയത്തില്ല. ഓ, അന്ന് വെച്ചാൽ നിനക്ക് ഇതെല്ലാം അറിയായിരിക്കും. അതെ എടെ, ഇതുപോലും അറിയത്തില്ലാത്ത നീ ഒരു കല്യാണം കഴിച്ച എങ്ങനെയാ? അത് കേട്ടപ്പോ ദേവ് പറഞ്ഞു, പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബലൂൺ വീർപ്പിക്കല്ലേ പോന്നേ. ദേ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്നെ ഇട്ടിട്ട് നിന്റെ കെട്ടിയ മൂന്നാം നാളിറങ്ങി ഓടൂന്ന് പറയണം. അത് കേട്ടപ്പോ ദേവ് പറഞ്ഞു, നിന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനിട്ട് ഓടിക്കുക. അത് കണ്ടപ്പോ മഹിമയും ചന്ദ്രമതിയൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. കാരണം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങ് സഹിച്ചില്ല. എന്റെ ഭാമ ഇവളെന്തായി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കാണ്. വർഷം മുറിയിലായിരുന്നു. വർഷം മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ശ്രീകാന്തിനെ ഇട്ട് ഓടിക്കുന്ന ദേവുനെയാണ് കാണുന്നത്. ശ്രീകാന്തിനെ പോയി അടിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും വർഷം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ നടക്കണേന്ന് ചോദിക്കണം. ഒരു നിമിഷം എല്ലാരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. മഹിമ ചന്ദ്രമതിയോട് ചോദിച്ചു, എന്താ ചന്ദ്ര ഇത്? എന്റെ മോൾ ഇത്ര ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയാണ്. ചന്ദ്രമതി പേടിച്ചു പോയി. എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്നൊരു ടെൻഷൻ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായി. അപ്പോഴേക്കും വർഷ ദേവുവിനോട് ചോദിച്ചു, അല്ല ദേവു, എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ ഇവൻ പറയാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കെട്ടിയവൻ എന്നെ 3-ാം ദിവസം ഇട്ടിട്ട് പോന്ന്. സത്യം ഉണ്ടാ? നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ ഇവനെ ഓടിച്ചിട്ടടിച്ച. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ? എന്റെ ദേവു, ഇത് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ കൊടുക്കണം വാന്നും പറഞ്ഞിട്ട് ദേവുവിനെയും കൂടെ വിളിച്ചിട്ട് ശ്രീകാന്തിനെ ഓടിച്ചിട്ട് അടിക്കുവാണ്. ചന്ദ്രമതി ഇടിവെട്ടേറ്റ പോലെ നിന്നു. ചന്ദ്രമതി ഓർത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാവും നോക്കി ഓർത്തിരുന്ന. അങ്ങനെയാണെങ്കിൽ ദേവുവിനെ ലക്ഷ്മി അമ്മേനെ പുറത്താക്കാന്ന് ഓർത്തിരുന്ന. പക്ഷെ പണി പാളിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന